ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഇസ് ശ്രീനാഥ് നന്ദിപുലം. പരിയറും പെരുമാൾ, അതുപോലെ മാമന്നൻ, കർണൻ തുടങ്ങിയ സിനിമകൾ എടുത്ത കിടിലൻ സംവിധായകനാണ് മാരി സെൽവരാജ്. ഈ സംവിധായകന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് വെറുതെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് ഒരു സിനിമ എടുക്കില്ല. അങ്ങേർക്ക് ഒരു കഥ പറയാനുണ്ടെങ്കിൽ മാത്രം സിനിമ എടുക്കുന്ന ഒരാളാണ്. ഇങ്ങേരുടെ പുതിയ സിനിമയാണ് വാഴൈ. മലയാളത്തിലൊരു വാഴ ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട്. ഇത് തമിഴിൽ വാഴൈ. 1999 നടന്ന കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസിന്റെ ബേസ് ചെയ്താണ് മാരി സെൽവരാജ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇത് മൂപ്പർക്ക് പറയേണ്ട കഥയായതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാതാവ് മൂപ്പർ തന്നെയാണ്, രചനയും സംവിധാനവും മൂപ്പർ തന്നെയാണ്. ആദ്യമേ തന്നെ പറയാം, ഇതൊരു ഈസി വാച്ച് അല്ല, സുഖമായിട്ട് നമുക്ക് ചാരിയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല. തുടക്കത്തിൽ ഈ സിനിമ അങ്ങനെയാണെന്നൊക്കെ നമുക്ക് തോന്നും. ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഒക്കെ പടം മുമ്പോട്ട് പോകും തോറും ഇങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. ഒരു സീരിയസ് ഇഷ്യൂക്കൊക്കെ കഥ മുമ്പോട്ട് പോയി തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ കഥയിലേക്ക് ഇന്നാവും, ഇമോഷണലി കണക്റ്റഡ് ആവും, ക്യാരക്ടേഴ്സിനോട് നമുക്ക് കെയർ തോന്നി തുടങ്ങും. ആ രീതിയിലാണ് പടം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു പദപ്രയോഗമുണ്ട്, ഏക്കിംഗ്ലി ബ്യൂട്ടിഫുൾ എന്ന്. അതായത് വേദനയോടെ എന്നാൽ മനോഹരമായ എന്നുള്ളൊരു പദപ്രയോഗമാണ്. അത് കറക്റ്റായിട്ട് ചേരുന്ന ഒരു സിനിമയാണിത്. സിനിമയുടെ പ്ലോട്ടിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 90കളിൽ ഈ തമിഴ്നാട്ടിലൊക്കെ റൂറൽ ഗ്രാമങ്ങളിൽ ഈ വണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുപോയി ഈ കായല്, നേന്ത്രക്കായ, അതിൻ്റെ കൊലകൾ പറിച്ച് കൊണ്ടുവരുന്ന, എന്നിട്ട് അത് വിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് മനുഷ്യന്മാർ തന്നെ ചെയ്യണമല്ലോ. ആ ഒരു കമ്മ്യൂണിറ്റിയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. ഇതിലത്തെ ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പയ്യനാണ്. അവൻ്റെ പേര് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് കിട്ടില്ല. IMDbയിലൊന്നും കാസ്റ്റിൻ്റെ നെയിം ഇല്ല. അവനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ കഥ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇതിലത്തെ പെർഫോമൻസുകളെല്ലാം കിടലാണ്. നമ്മൾ 100% നമ്മൾ ബിലീവ് ചെയ്യും ഇവർ ആ നാട്ടിലെ നാട്ടുകാരാണെന്നും ഇത് അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണെന്നും. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാ പെർഫോമൻസും കിടലാണെങ്കിലും ഇതിൽ 2 പിള്ളേരുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഇതിലത്തെ ലീഡ് കഥാപാത്രവും അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു പയ്യനും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അവന്മാരാണ് നമ്മളെ ഈ സിനിമയിൽ നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. അവന്മാർ തമ്മിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട്. ഒരു രജനീകാന്ത് കമൽഹാസൻ കമ്പാരിസൺ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് നല്ല ചിരി വരും. പക്ഷെ ആ ചിരിക്കൊന്നും വലിയ ആയുസൊന്നും ഉണ്ടാവില്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു സീരിയസ് സബ്ജക്റ്റ് സിനിമയായിട്ട് കണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ പടത്തിന് തല വെക്കണ്ട. കാരണം വിഷമാവും, ഉറപ്പാണ്. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അങ്ങേരുടെ ലൈഫിൽ അങ്ങേര് നേരിട്ട്, അതായത് സംവിധായകൻ്റെ ലൈഫിൽ സംവിധായകൻ നേരിട്ട് കണ്ട ഒരു കാര്യം പറയണതാണ്. പക്ഷെ ബ്രില്യൻ മൂവി, ഇമോഷണൽ റൈഡാണ്. അത് ചില സമയത്തൊക്കെ നമ്മളുടെ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് തോന്നും. സിനിമ കണ്ടിരിക്കുമ്പോൾ എന്ത് പണ്ടാറാണിത് എന്നുള്ള ആ ഒരു സംഗതിക്ക് തോന്നും. പക്ഷെ കാര്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംവിധായകൻ പറയുന്നുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ ഒരു പവർ. അത് മനസ്സിലാക്കി എന്നിരുന്ന് കാണണം. സത്യം പറഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എൻ ക്രെഡിറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നൊരു സീനുണ്ട് വിത്ത് വിഷ്വൽസ്, അല്ലാണ്ട് ബ്ലാക്ക് സ്ക്രീനിലല്ല. ആ എൻ ക്രെഡിറ്റ് തീരണ വരെ ഒരാളും ഞാൻ കണ്ട തിയേറ്ററിൽ നിന്ന് അനങ്ങില്ല, അവിടെ തന്നെ ഇരിക്കുന്നു. അത്രയും മൂവിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ കിടിലം പടമാണ്. ഉറപ്പായിട്ടും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ നമ്പേഴ്സൊന്നും ചെയ്യില്ല. ഇതിന്റെ നിർമ്മാതാവ് ഇദ്ദേഹം തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ശങ്കിച്ചു. കാരണം ഇങ്ങേർക്ക് അത് പൈസ എന്തായാലും റിട്ടേൺ കിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഹോട്ട്സ്റ്റാർ ആയിട്ട് ഓൾറെഡി ഇവർക്കൊരു ഡീലുണ്ട്. സ്ട്രീമിംഗ് പാർട്ണർ ഹോട്ട്സ്റ്റാർ എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ മൂപ്പർക്ക് പ്രൊഡക്ഷൻ പൈസയെങ്കിലും തിരിച്ച് കിട്ടിയിട്ടുണ്ടാവണം. സിനിമ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. ടെക്നിക്കലൊക്കെ ബ്രില്യൻ്റ് ആണ്, ഞാൻ എടുത്ത് പറയണില്ല. നല്ല സിനിമയാണ്. മാരി സെൽവരാജ് പറയുന്ന പൊളിറ്റിക്സ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാഴൈ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമായിരിക്കും. അടുത്ത സിനിമയുടെ വിശേഷിക്കായിട്ട് വീണ്ടും വരാം, കാണാം.